സ്കോക്ക് വിലായത്ത് ബുദ്ധ ജി.ആർ. ഇന്ദുഗോപൻ്റെ നോവലാണ്. ഇത് ഒറിജിനലി കൺസെപ്ച്വലൈസ് ചെയ്ത് സിനിമയൊക്കെ നോക്കിയ നമ്മുടെ സച്ചിയാണ്. അദ്ദേഹം ഒരിക്കൽ കൂടെ അദ്ദേഹം ആരായിരുന്നു എന്നും എന്തായിരുന്നു എന്നും ഒരിക്കൽ കൂടെ ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. സച്ചി അല്ല ചേട്ടൻ. സച്ചിയുടെ അസോസിയേറ്റ് ആയിരുന്ന ജയൻ നമ്പ്യാരാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ്. പ്രൊഡ്യൂസേഴ്സ് സന്ദീപ് സേനൻ ആൻഡ് എ.വി. അനൂപ്. ഇത് എഴുതിയിരിക്കുന്നത് ഓഫ് കോഴ്സ് ജി.ആർ. ഇന്ദുഗോപനും ഒപ്പം രാജേഷ് പിന്നാടനും. DOPs 2 പേരുണ്ട്, അരവിന്ദ് കശ്യപ് ISC, അതുപോലെ തന്നെ നമ്മുടെ രണഡി. ഈ മറയൂരാണ് ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത്, ജോഗ്രഫിക്കൽ പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ്, അവിടുത്തെ ഒരു ബ്യൂട്ടി, അതൊക്കെ മാക്സിമം ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന നിലയ്ക്ക് എനിക്ക് അത്ര നല്ലൊരു ക്വാളിറ്റി വർക്കായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ശ്രീത് സാരംഗാണ് എഡിറ്റർ, അതും അതുപോലെ തന്നെ. മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ജെയ്ക്സ് ബിജോയ് ആണ്. ജെയ്ക്സ് ബിജോയുടെ ഇത്രയും മോശം വർക്ക്, അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഇത്രയും മോശം വർക്ക് ഉണ്ടോ സംശയം. വെറും ഭയങ്കര റെപ്യൂട്ടേഷൻ. അദ്ദേഹം എല്ലാ ജോണറിലും ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇതിൽ ഫോക്കിൻ്റെ ഏറും കളിയും, അതായത് ഓവറാക്കി ചളാക്കെന്ന് പറയില്ലേ, മാൻ സ്വബന്ധ പെറ്റ പുള്ളേ എന്നെല്ലാം പറഞ്ഞു. ഒന്നാമത് ഇതൊരു ആ ഒരു കൾച്ചറിലുള്ള കോണ്ടെക്സ്റ്റിലുള്ള സിനിമയാണ്. തമിഴ് കൾച്ചർ കൂടെ വരുന്നത്. കുറേ പാട്ടുകളൊക്കെ തമിഴാണ്. പാട്ടുകളൊക്കെ ഭയങ്കര രോചവും ഭയങ്കര റെപ്യൂട്ടേഷൻ. പിന്നെ ഈ ഒരു ഫോക്കസ് ആണല്ലേ ഇത് ഒട്ടാനീളം. പിന്നെ അങ്ങനെ കുറേ പാട്ടുകൾ പല സ്ഥലത്ത് ഇത് ജെയ്ക്സ് ബിജോയ് ആണ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്കറിയാം അയ്യപ്പനെ കോശം ചെയ്ത് ജെയ്ക്സ് ബിജോയ് ആണ്. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ക്ലാസ് സാധനം ഇതിന് വന്നിട്ടില്ല. അത് പടം തന്നെ വളരെ മോശമാണ്. അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ കൊത്ത അത്രയും മോശം സിനിമയാണ്. പക്ഷേ അതിൽ ജെയ്ക്സ് ബിജോയ് ചെയ്ത് വെച്ചില്ല പോലെ നമുക്കറിയാം. അപ്പം പടം മോശമായതുകൊണ്ടെന്നും പറയാൻ പറ്റില്ല. പക്ഷേ ജെയ്ക്സ് കൂടെ ഇല്ലെങ്കിൽ ഇത് വേറെ ആരെങ്കിലും ചെയ്താണെങ്കിൽ ഇതിലപ്പതായി പോകാനും. ക്ലൈമാക്സിലൊക്കെ ജെയ്ക്സിൻ്റെതായിട്ടുള്ള ലെവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഓവറോൾ വളരെ 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 ഡിസപ്പോയിൻറ്റിങ്. കാലെ കിങ്സൺ, സുപ്രീം സുന്ദർ, മഹേഷ് മാത്യു ഇവരൊക്കെ കൂടി ചേരേണ്ട ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കും. എന്ത് ഫൈറ്റ് അത്, ഏത് കാലഘട്ടത്തിലെ ഫൈറ്റ് അത്. അയ്യോ ക്ലൈമാക്സ് ഫൈറ്റ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ ഡബിൾ മോഹൻ്റെ, അതായത് പൃഥ്വിരാജ് ചെയ്ത ക്യാരക്ടർ മാസ് കാണിക്കാൻ വേണ്ടി അങ്ങനെ കുറേ ഫൈറ്റുകളൊന്നും ഒരു സുഖമില്ല. ടൈറ്റിൽ കാണിക്കുമ്പോൾ ഈ പറഞ്ഞ ഫോക്ക് പരിപാടി തന്നെയാണ്. പിന്നെ ഈ മറയൂർ ആ പ്രദേശം, ആ ഒരു സെറ്റിങ്, ആ ഒരു സിനാരിയോ, ആ ഒരു പ്രദേശം വളരെ ഇമ്പോർട്ടൻ്റ്. പ്രത്യേകിച്ച് ഇത് ചന്ദനക്കടത്തും പരിപാടിയൊക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പം അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി തുടക്കം മുതലേ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വളരെ മോശം റൈറ്റിംഗ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫോഴ്സ്ഡ്. ഓക്കെ, നോവൽ ഈസ് ഫൈൻ. ഇത് സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര മോശം സ്ക്രീൻ പ്ലേ. കാരണം വെച്ചാൽ എല്ലാം ഫോഴ്സ്ഡ്, ഭയങ്കര ആർട്ടിഫിഷ്യൽ, ഭയങ്കര അതിനാടകീയത. സീൻസിന് നാടകീയത, കഥാപാത്രങ്ങൾക്ക് നാടകീയത, പെർഫോമൻസസ് അത്തരം നാടകീയത. അതിനെക്കുറിച്ച് വിശദമായും പറയാം. അങ്ങനെ വളരെ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറേ സീൻസ് കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു സിനിമയായിട്ടാണ്. അതിൽ തന്നെ സംവിധാനമൊക്കെ ടെക്നിക്കലി നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അതിൻ്റെ ഒരു എസെൻസ് ഉണ്ടല്ലോ, സിനിമയുടെ ഒരു സോൾ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് റെൻഡർ ചെയ്യപ്പെടുന്നില്ല. ഇതിങ്ങനെ 3 മണിക്കൂർ ഇങ്ങനെ പലരും പല നാടകങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഷമി തിലകനാണ് ഇതിൽ കമ്പാരിറ്റീവ്ലി നല്ല പെർഫോമൻസ് എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും ഭയങ്കര ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഈ സിനിമയുടെ സ്ട്രക്ചർ, ഇതിൻ്റെ ഗ്രാമർ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പം അതിനകത്ത് എങ്ങനെ ആര് പെർഫോം ചെയ്തിട്ടും കാര്യമില്ല. തൂവള്ള ഭാസ്കരൻ, യശോദാവല്യം എന്ന് പറയുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അദ്ദേഹം തൂവള്ള ഭാസ്കരൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ഷമീദിനെ ചെയ്തിരിക്കുന്നത്. പുള്ളി ഒരു റിട്ടയർഡ് ഗവൺമെൻറ് സ്കൂൾ മാഷാണ്. പിന്നെ ഈ പ്രദേശത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെയാണ്. അപ്പോൾ പുള്ളിയുടെ കുറേ മാനസിക വ്യാപാരങ്ങൾ, പുള്ളിയുടെ മാനസികാവസ്ഥ, പുള്ളിക്ക് വരുന്ന വിഭ്രാന്തി, പുള്ളിക്ക് ഉണ്ടാവുന്ന എന്താ പറയുക ഭയങ്കര എക്സസീവായിട്ടുള്ള ഇമോഷണൽ ബേസ്റ്റ്, ഇതൊക്കെ ത്രൂ ഔട്ട് കാണിച്ച് പോകുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ. പിന്നെ അതിനിടയ്ക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇദ്ദേഹം ഒരു തീട്ടക്കുഴിയിൽ വീഴും. അപ്പോൾ ആ തീട്ടക്കുഴിയിൽ വീഴുന്നത് തന്നെ ഭയങ്കര ആർട്ടിഫിഷ്യലാണ്. അങ്ങനെ തീട്ടക്കുഴിയിൽ വീഴാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല. രണ്ടാമത് തീട്ടക്കുഴിയിൽ വീണപ്പോൾ തന്നെ ഇദ്ദേഹത്തെ സിമ്പിളായിട്ട് അത്ര ഡെപ്തേ ഉള്ളൂ, അത്ര ഹൈറ്റേ ഉള്ളൂ ഇതിന്. JCB എല്ലാം കൊണ്ടുവന്ന് എന്തൊക്കെയോ, അതായത് ഡ്രാമാറ്റിക്കായിട്ടുള്ള കുറേ പിന്നെ സീൻസ്, സിറ്റുവേഷൻസ് ഉണ്ടാക്കുക. തീട്ടക്കുഴിയിൽ വീണെന്ന് പറഞ്ഞിട്ട് രണ്ട് പേർക്ക് സുഖമായിട്ട് കൈപിടിച്ച് കയറ്റാവുന്നുള്ളൂ. അതായത് ഇവർക്കൊരു കോൺഫ്ലിക്റ്റ്, അതുപോലെ തന്നെ ഒരു ഡ്യുവാലിറ്റി ഒക്കെ വേണം. അതായത് ഒരു സൈഡിൽ തീട്ടം, ഒരു സൈഡിൽ ചന്ദനം. അപ്പോൾ ഈ തീട്ടവും ചന്ദനവും തമ്മിലുള്ള ആ ഒരു ഡ്യുവാലിറ്റി, അതാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് നോവലിലൊക്കെ ആകുമ്പോഴത് ഓക്കെ. ഇത് സിനിമയ്ക്കകത്തേക്ക് വരുന്ന സമയത്ത് ഇതിങ്ങനെ കൃത്രിമത്വം, അതിഭാവുകത്വം, അതോ അതിനാടകീയത ഇതൊക്കെ ആയിട്ട് ഷമി തിലകൻ്റെ
ഡബ്ബിംഗ് ഒക്കെ നന്നായിരുന്നു. ബാക്കിയുള്ളവരൊന്നും പറയണ്ട, പൃഥ്വിരാജ് ഉൾപ്പെടെ ഡബ്ബിംഗ് മോശം. പലപ്പോഴും ഇത് കന്നഡയിൽ അങ്ങ് എടുത്തിട്ടുള്ള സിനിമ, അതായത് ഒറിജിനൽ ലാംഗ്വേജ് കന്നഡയിൽ എടുത്തിട്ട് മലയാളത്തിൽ ഡബ്ബ് ചെയ്ത പോലെ തോന്നിയിട്ടുള്ളത്. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ പെർഫോമൻസ് വളരെ മോശം, ഡബ്ബിങ് മോശം. അങ്ങനെ മൊത്തത്തിൽ എന്തോ ഒരു സിനിമ. വെളിയനാട് പ്രമോദായിരുന്നു ഏക ആശ്വാസം. അദ്ദേഹത്തിൻ്റെ ചില കൗണ്ടറുകളും അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറി, അദ്ദേഹം ആ കഥാപാത്രം തന്നെ, അതായത് ഭയങ്കര റിലീഫായിരുന്നു. അതായത് ഇങ്ങനെ ഈ അരോചക സാധനം കണ്ട് 3 മണിക്കൂർ കണ്ട് സഹിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പ്രമോദ് വെളിയനാട് വരുന്ന സീൻസൊക്കെ പുള്ളിയുടെ കൗണ്ടറും പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ വിനോദ് തോമസ്, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. രാജശ്രീ നായർ പഴയകാല നടിയാണ്. അപ്പോൾ ഈ ഇത്തരം കഥാപാത്രങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥാപാത്രം എത്ര സ്ട്രോങ് ആണല്ലോ, അവർ എത്ര അരകനാണ് കാണിക്കാൻ വേണ്ടി വെറുതെ ഒരു കൈലി മുണ്ടും ബ്ലൗസും ഇട്ടിട്ട് മുറുക്കി തുപ്പിക്കഴിഞ്ഞാൽ ഭയങ്കര കഥാപാത്രമാവും. എന്നിട്ട് ഭൂലോക കൗണ്ടറടി, വെറുപ്പിക്കൽ കൗണ്ടറടി. പിന്നെ നമ്മുടെ വിനു മോഹൻ്റെ അനിയൻ അനുമോഹൻ ഓൾറെഡി അയ്യപ്പനും കോശിയുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതിൽ എടുത്തായിരിക്കും. പക്ഷേ പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. പുള്ളി മറ്റേ ഷെമി തിലകനെ ചീത്ത വിളിക്കുന്നുണ്ട്, പോടാ കോപ്പയെന്നെല്ലാം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെയാണ്, പോടാ കോപ്പയെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ എന്ന സീനായിരുന്നു. കാരണം ഷെമി തിലകൻ്റെ ക്യാരക്ടർ അതുപോലത്തെ വെറുപ്പിക്കലായിരുന്നു. കുറേ വെക്കടാ വെടി പോലത്തെ സീൻസൊക്കെ ഉണ്ട്. പ്രേമവത കൃഷ്ണൻ ചെയ്ത ക്യാരക്ടർ നേരത്തെ പറഞ്ഞ രാജശ്രീ നായർ ക്യാരക്ടർ പറഞ്ഞ പോലെ തന്നെ ബോൾട്ട് ക്യാരക്ടറാണ്. ഭയങ്കര റോ ആണ്, ഭയങ്കര റഫാണ്, ഭയങ്കര എന്താ പറയുക ടമൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അയ്യോ, ഇത് അതുപോലെ തന്നെ അതിലും വലിയ വെറുപ്പിക്കില്ല. അതായത് ഡയലോഗ് ഡെലിവറി, വെറുതെ ആക്ഷൻ ഇടുക, ഭയങ്കര ബോൾഡാന്ന് കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാണിക്കുന്നത്. അത് ക്യാരക്ടർ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്, സീൻസും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതൊരു കരിപ്പൊടി ക്യാരക്ടർ, അതായത് നമ്മുടെ പ്രശാന്ത് നീലിൻ്റെ കരിപ്പൊടി യൂണിവേഴ്സ് ഇല്ലേ, അതുപോലെ മൊത്തം കരിവാരി തേച്ച് വെക്കുക ഇവർക്കെല്ലാം. കാരണം ഇവരിവിടെ ഇങ്ങനെ സാധാരണക്കാരാണ്, ഡൗൺ റോഡൻസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കരിപ്പൊടി. ഇനി നമ്മുടെ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ ഡബിൾ മോഹനൻ. ഡബിൾ മോഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോവൽ വായിക്കുമ്പോൾ ഡബിൾ മോഹൻ എന്ന് പറയുമ്പോൾ ഒരു ക്യാരക്ടർ വരുമല്ലോ. ഇത് ഡബിൾ മോഹൻ്റെ ബോഡി ഡബിൾ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്രയും പൃഥ്വിരാജ് എങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ഈ ഹെയർ ചപ്ര വിഗ് വെച്ച പോലെ ഉണ്ട്, ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയർ ആയിരിക്കാം. ബട്ട് സ്റ്റിൽ ഇതിനകത്ത് അത് സെറ്റ് ചെയ്തപ്പോൾ ചപ്ര തലമുടി അതെന്തോ ആക്കി വെച്ചിന്. എന്നിട്ട് മൊത്തം കരിവാരി തേച്ചേക്കുന്നത്. കാരണം ഇദ്ദേഹത്തെ പിന്നെ ഒന്ന് കറുപ്പിച്ചെടുക്കണമല്ലോ, കാരണം അങ്ങനത്തെ ക്യാരക്ടറാണല്ലോ. അപ്പോൾ പിന്നെ പുഷ്പയിലൊക്കെ ഉള്ള പോലത്തെ കോസ്റ്റ്യൂംസ് ഇതുപോലത്തെ ഒരു കോസ്റ്റ്യൂം. പിന്നെ അത് കൂടാതെ ഇദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സൈഡ് വലിവുണ്ടല്ലോ, സൈഡ് പ്രൊഫൈലും സൈഡ് വലിവും പരിപാടിയൊക്കെ ആയിട്ട് പിന്നെ അതില്ല, അത് പുള്ളി മനപ്പൂർവ്വം അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ അതൊക്കെ ഉണ്ട്, എന്നത്തിന് ഇതൊക്കെ പുള്ളി ഇടുന്നുണ്ട്. എന്നിട്ട് പിന്നെ അങ്ങനത്തെ സീൻസ് വേണം. പുള്ളിക്കൊരു പരിമിതി ഇല്ലേ. പിന്നെ ഭയങ്കര ആർട്ടിഫിഷ്യൽ, പുള്ളിക്ക് ചേരുന്നില്ലേ വേഷമൊന്നും. പുള്ളി പഴയ ചക്രത്തെ ചെയ്ത പോലെ തന്നെയുള്ള സാധനം. എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ അഭിനയിക്കുക. ഷമി തിലകനുള്ള കോമ്പിനേഷൻ, ഈ പ്രേംവതയും ഈ പൃഥ്വിരാജ് തമ്മിലുള്ള ഒരുമിച്ചുള്ള സീൻസ്, ഇൻറ്റിമേറ്റ് സീൻസ്, അവരുടെ റൊമാൻറ്റിക് സീൻസ്, എൻ്റെ പൊന്നോ. ഡബിൾ മോഹനൻ ഡബിൾ വെറുപ്പിക്കൽ പ്രേംവതയെ ചേർന്നിട്ട്. ഒരു കഥാപാത്രം ഏതോ രാഷ്ട്രീയ നേതാവാണ്, ഇടത് നേതാവാണെന്ന് തോന്നുന്നു. പിന്നെ കവലപ്രസംഗം, തീട്ടക്കുഴിയെക്കുറിച്ച് ഇങ്ങനെ എത്ര സമയം എന്നറിയത്. അങ്ങനെ ഇത് 3 മണിക്കൂറായി. തീട്ടത്തെക്കുറിച്ച് കവലപ്രസംഗം കുറേ സമയം, എന്തൊക്കെയാണ് ഇങ്ങനെ എഴുതി വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സുരാജ് വെഞ്ഞാറും കൂടെ ചെയ്തൊരു ക്യാരക്ടർ മജിസ്ട്രേറ്റാണ്. ഇത്രേ പോർ റൈറ്റിംഗ്. ഒരു മജിസ്ട്രേറ്റിനൊക്കെ എങ്ങനെയാണോ ചിത്രീകരിക്കുന്നത് സിനിമയ്ക്കകത്ത്? ആ കഥാപാത്രത്തിൻ്റെ ആവശ്യം എന്ത്? ഇനിയിപ്പം അത് ആവശ്യമുണ്ടെങ്കിൽ തന്നെ അതിങ്ങനെയാണ് പോർട്രേ ചെയ്യേണ്ടത്. സുരാജ് എങ്ങനെ ഇതിൽ വന്ന് തലവെച്ച് അഭിനയിച്ച് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തോ യാതൊരു കോമൺ സെൻസും ഇല്ലാത്ത, യാതൊരു ലോജിക്കും ഇല്ലാത്ത എന്തോ ഒരു കഥാപാത്രം സുരാജ്. തമിഴിലുള്ള മറ്റേ TSK അങ്ങനെ അവർ കുറച്ച് കടത്തുകാരായിട്ട്, അശ്മീൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കടത്തുകാർ, അവർ ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. അവരൊന്നും ഒരു കാര്യമില്ല. പിന്നെ നമ്മുടെ ധ്രുവനുണ്ട്, എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറേ വളിച്ച പാട്ട്. പിന്നെ വീണ്ടും ഡബിൾ മോഹൻ്റെ പൃഥ്വിരാജിൻ്റെ കുറേ ഫോഴ്സ്ഡ് ആയിട്ട് മാസ് കാണിക്കാൻ വേണ്ടി ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടും. ഞാൻ അടിക്കുന്നുണ്ട് സാറേ മുകളിലേക്ക് ഒരു എക്സ്പ്രസ് ഹൈവേ. അതായത് ഇയാൾ സ്വന്തമായിട്ട് മലമുകളിലേക്ക് എക്സ്പ്രസ് ഹൈവേ ഉണ്ടാക്കുക. അതായത് സർക്കാർ ഭൂമി, വനഭൂമി കയ്യേറിയിട്ട് ഇങ്ങനെ റോഡ് ഉണ്ടാക്കുക JCB എല്ലാം വെച്ചിട്ട്. എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഇയാളെ കപ്പ പിടിച്ചുകൊണ്ട് കൊണ്ടേ ഇങ്ങനത്തെ തോന്നിയ ദിവസം കാണിക്കുന്നത്. പോട്ടെ, അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മലയുടെ പേര് മാറ്റാൻ മതി. അട്ടുമല ചൈതന്യമലയാക്കുന്ന എൻ്റെ പൊന്നോ, ചൈതന്യമല പോലും. അതിൻ്റെ ഇൻറ്റൻഷനൊക്കെ സിനിമ കണ്ടാൽ മനസ്സിലാവും. ചിരിച്ച് മരിക്കാം. എന്തൊക്കെ കോമഡിയാണ്. പിന്നെ വേറെ ഏതൊരു പരിപാടി ഉണ്ട്, ഒരു കൊച്ചിനെ പാമ്പ് കടിക്കും. അപ്പോൾ ആ സമയത്തുള്ള അഭിനയം, കൊച്ചിൻ്റെ അച്ഛൻ്റെ എൻ്റെ അമ്മോ നാടകം തോറ്റുപോയി. ഇങ്ങനെ ഒരു അഭിനയം
അഭിനയിച്ചങ്ങ് മരിക്കുക കൂടെ ജൂനിയേഴ്സും. പിന്നെ പൃഥ്വിരാജും എല്ലാവരും കൂടെ എങ്ങനെ ഡബിൾ മോഹൻ്റെ ചില പരിപാടിയൊക്കെ ഉണ്ട്. വെട്ടിക്കൊണ്ടാൽ ഡബിൾ മോഹൻ ഉണ്ട എടുക്കാൻ സമ്മതിക്കില്ല, മെയിൽ ചെയ്യുക. കാരണം ഉണ്ട എടുത്തു കഴിഞ്ഞാൽ അത് അപ്പോൾ ഉണ്ട ഇങ്ങനെ ആ പെയിന് ഡബിൾ മോഹന് കിട്ടണം. പിന്നെ പറയുന്നുണ്ട് എൻ്റെ ബുള്ളറ്റും ഈ ഉള്ളിരിക്കുന്ന ബുള്ളറ്റും എന്ന് പറഞ്ഞിട്ട് പുള്ളി ഓടിക്കുന്ന ബുള്ളറ്റ് ഉണ്ട്, റോയൽ എൻഫീൽഡിൻ്റെ. ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടികളാണ്. വളരെ ഫ്ലാറ്റായിട്ടുള്ള ക്ലൈമാക്സ്, വളരെ ലോ ക്ലൈമാക്സ് മാത്രം ലോ എന്നല്ല, മൊത്തത്തിൽ ലോ ആണ്. അതിനൊത്തിരി വളരെ ലോ ആയിട്ടുള്ള ക്ലൈമാക്സ്, യാതൊരു ലോജിക്കും ഇല്ല. പിന്നെ ഒരു ടൈലൻറ്റും പരിപാടിയൊക്കെ ആയിട്ട് ആകെ കൂടെ 3 മണിക്കൂർ